അസ്സലാമു അലൈക്കും. എന്നെ മുമ്പ് പരിചയം ഉണ്ടാവും ആർക്കെങ്കിലും? പരിചയം ഇൻ ദി സെൻസ് കണ്ടിട്ടുണ്ടാവോ? അറിയാം ഞാൻ എന്താ ചെയ്യണതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടാവോ? മാഷാ അല്ലാഹ്. പിന്നെ ഒരു ഫോർമൽ സംസാരത്തിനപ്പുറത്തേക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചതും പിന്നെ നമ്മൾ കുറച്ച് കണക്റ്റഡ് ആണ്. അതിൽ എന്താണ് അതിൻ്റെ ഇതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു സാധാരണ ഒരു ടോക്ക് ആൻഡ് ഈ ഒരു സെഷൻ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. പ്ലസ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനിവിടെ സംസാരിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് ഉപയോഗപ്പെടുന്നൊരു കാര്യമാക്കി മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്ത് ചെയ്യുക ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 3-3.5 കൊല്ലം അൽഹംദുലില്ലാഹ് ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് ഞാൻ ഏകദേശം 2016 ടു പിന്നെ 20 ആ ഒരു കൊറോണ വരുന്ന സമയം വരെ കാശിഫുൽ ഉലൂം എന്ന് പറഞ്ഞിട്ടൊരു മദ്രസയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിഫ്ള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ തുടങ്ങിയാണ് ഈ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതേപോലെ നിങ്ങൾ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ അന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ ബിസിനസ്സൊന്നും ആരും അങ്ങനെ എന്ത് ചെയ്തിരില്ല, പഠിപ്പിച്ച് തരലില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തില്ല. കാരണം എന്താ, കുറേ എന്ത് ചെയ്യണ്ട, എന്താണെന്ന് അറിയില്ല, കുറേ അങ്ങനെ ഭൗതികമായിട്ട് ഒരുപാട് എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കണം. അന്നങ്ങനെ അധികമൊന്നും പറഞ്ഞു തരാനോ പഠിപ്പിച്ച് തരാനൊന്നുമില്ല. എന്നാൽ പോലെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചിലപ്പം പത്രത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പുറത്താരെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ കിട്ടുന്ന അറിവുകളായിരിക്കും. എന്ത് ചെയ്യും, ഓക്കെ എനിക്കും ഇങ്ങനെ ആവണം. ഇപ്പം കുറച്ച് മുമ്പ് അതൊക്കെ പറഞ്ഞ പോലെ ആഗ്രഹം എന്നുള്ള സാധനമില്ലേ നമ്മളിൽ ചിലപ്പോഴൊക്കെ, നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി ബ്രൈറ്റാണ്, നിങ്ങൾ കുറച്ചും കൂടി വലുതായിട്ടൊക്കെ ആഗ്രഹിച്ചാണ്. അന്ന് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പിന്നെ പ്രത്യേകിച്ച് ലൈഫിൽ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ആത്മീയപരമായിട്ട് മാഷാ അല്ലാഹ് ഒരുപാട് മുന്നോട്ട് പോകണമെന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ചുറ്റുപാട്, ഈ ഒരു ജീവിതം ഒരു 19 കൊല്ലത്തെ ഈ ഒരു ഇവിടെ ജീവിച്ച് തീർക്കേണ്ടത് എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്താൽ മതി, തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് പോയാൽ. ഞാൻ നേരത്തെ വന്നപാട് ഉസ്താദിനോടൊക്കെ സംസാരിച്ചതായിരുന്നു. ഒരു 15,000-20,000 രൂപ മാസം സാലറി സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, തട്ടിയും മുട്ടിയൊക്കെ ഒന്ന് ജീവിച്ച് പോകാന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതും എന്തല്ല, ഒരു 5 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതും അത്ര എന്തല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലേ? ഇന്നത്തെ നമ്മളൊരു സാധനം വാങ്ങാൻ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ വില നോക്കുകയാണോ മനസ്സിലാവും അല്ലേ? നമ്മളെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സാധനം അതല്ലേ, എന്താണ് ലൈഫിൽ സക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ജീവിതത്തിൽ സക്സസ് എന്നുള്ളത് കൊണ്ട് ഇപ്പം ഇവിടുത്തെ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ച് തീർന്നതിന് ആ ഒരു സക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ എളുപ്പത്തിൽ ആയിത്തീരാന്നുള്ളതല്ലേ അല്ലേ? സഞ്ചരിക്കാൻ കുഴപ്പമില്ലാത്തൊരു വാഹനം, താമസിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെൽട്ടർ, ആ നിലയ്ക്ക് സഹോദരങ്ങൾ, ബന്ധുക്കൾ, കാര്യങ്ങൾ, ഫാമിലി ആയിട്ടുള്ള കണക്ഷൻസ് എല്ലാം ഓക്കെ സിറ്റുവേഷനിലോട്ട് പോകാന്നുള്ളതായിരിക്കുമല്ലേ സക്സസ് എന്നുള്ള. ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ. അതിനെന്താ വേണ്ടത്? വെൽത്ത് വേണം അല്ലേ? പലപ്പോഴും പിന്നെ ഇപ്പോൾ ആലിമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് മദ്രസയിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. ബട്ട് എന്നാൽ പോലും അധികം ഒന്നും ആഗ്രഹിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഓക്കെ സിസ്റ്റത്തിലോട്ട് പോയ സാബി ഇൻസ്പയറിനെ അറിയില്ലേ? നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ആളല്ലേ അല്ലേ? യെസ്. അപ്പോൾ അയാൾ ഇന്നിപ്പം നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അയാൾ ഇന്ന് അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മൈൻഡുള്ള ആളായിരുന്നെങ്കിൽ എന്ത് ചെയ്യൂല, അയാൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, എങ്ങനെയോ തട്ടി മുട്ടി പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ അയാൾ നിൽക്കുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത കാര്യത്തിലോട്ടൊന്നും എന്ത് ചെയ്യൂല, അയാൾ എത്തിപ്പെടില്ല. ഇനി പോട്ടെ, ഞാൻ എൻ്റെ ഇത് തന്നെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ 2020 ഹിഫ്ള് കഴിഞ്ഞിറങ്ങുന്നു. അത് കഴിഞ്ഞ് 21, 22 +1 +2 പിന്നെ കോഴിക്കോടാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കോഴിക്കോടേക്ക്, അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരത്ത് എൻ്റെ സ്വന്തം സ്ഥലം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് +1 +2 പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉദ്ദേശം ഇതാണ്, നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പോൾ കുറേ ഇങ്ങനെ മലബാറിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്, എന്താണ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴെന്തുണ്ട് സീരിയസ് ആയിട്ടും ഇപ്പോൾ ഇവരെയൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൊള്ളാവുന്ന, അതാണ് ഇവർ വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വരണം എന്നുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളോട് സംസാരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചപ്പോഴത്തേക്കും ഒരു സാധനമില്ലേ, ഇത് ഈ ഒരു നാടിൻ്റെയൊക്കെ ഒരു അസറാത്താണെന്ന് തോന്നുന്നുണ്ട്. എന്താണ് ആ ഒരു നിലയ്ക്കുള്ള ആൾക്കാർ, മാഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞു +1 +2 2022 കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിലേക്കൊക്കെ എൻ്റർ ആവും. നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്നുള്ള താല്പര്യം ആൾക്കാരല്ലേ, ഓൺട്രപ്രണർഷിപ്പ് അല്ലേ?
അതിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ജസ്റ്റ് എൻ്റെ ഒരു തുടക്കം എന്നുള്ളത് പറയുകയാണ്. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം ഒരു 1 ഇയർ എന്തായാലും എൻ്റെ മനസ്സിൽ എന്താണ്, പഠിച്ച് ഇതാവണം എന്നുള്ളതല്ല, പഠിച്ച് ഡിഗ്രി എടുക്കണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇതിനപ്പുറത്തേക്ക് ഒരു നല്ല ബിസിനസ്സുകാരനാവണം, ഒരു കച്ചവടക്കാരനാവണം. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. വെൽത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ അദാനി അംബാനിയേക്കാൾ എന്തുണ്ടായിരുന്നു, ആ ഒരു താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് 9,000 കോടിക്ക് മുകളിൽ എന്തോ ആസ്തിയുള്ള മനുഷ്യനായിരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചരിത്രമാണ്, ഓരോ ഹിജ്റ ചെയ്യുന്ന സമയങ്ങളിലും ചിലപ്പോൾ 0 ബാലൻസിലായിരിക്കും എന്ത് ചെയ്യുക മദീനയോടെത്തുക. അവിടെ നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞ സമയം കൊണ്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് കച്ചവടങ്ങൾ ചെയ്തിട്ട്, കാരണം അവർ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് വലുതാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന, ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഓരോ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മില്യനെയറും ബില്യനെയറൊക്കെ ആവാൻ പറ്റും. ഇപ്പം നമ്മളെ മനസ്സിൽ ചിലപ്പോൾ പെട്ടെന്നൊരു തോട്ട് വരും, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, അത്രയൊക്കെ ആവും എന്ന് പറയാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്തുള്ള നിങ്ങളെപ്പോലെ നിങ്ങൾ അതേ ഏജിലുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് വീക്ഷിക്കുക. നിങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് മുമ്പേ പഠിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു നോക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം തീരെ ഫോക്കസ്ഡ് അല്ല, അവർ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നില്ല. നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറ്റുന്ന രീതിയിലൊക്കെ ബുക്ക് വായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറേ അറിവുകൾ ഇങ്ങനെ നുകരുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സാധനത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ബിസിനസ് എന്നുള്ള ടേമിലേക്കൊക്കെ മാറ്റിയിട്ട് ഈ പറഞ്ഞ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് വെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നാട്ടിൽ ഒരുപാട് ഫണ്ട് ഇങ്ങനെ കിടപ്പുണ്ട്, കുറേ ഫണ്ടുകൾ ഇങ്ങനെ. ഇപ്പോൾ ആ സർക്കാർ അവിടെ പോയിട്ട് വണ്ടികളെ എണ്ണം മാത്രം എടുത്താണ്ട് ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ ഒരുപാട്, നാട്ടിലും പുറത്തൊക്കെ ഒരുപാട് വെൽത്ത് ഉണ്ട്. ആരാ വെൽത്തിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നോ അവനക്കത് കിട്ടും. അത് അട്രാക്ട് ചെയ്യണം. എന്നിട്ട് അതൊരു ഇബാദത്തല്ലേ. എങ്ങനെയാണ് ഇബാദത്തായിട്ട് മാറുന്നത്? ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ അയാൾ ബിസിനസ് കൊണ്ട് കിട്ടുന്ന അയാളെ ഏറ്റവും വലിയ ഇബാദത്ത് എന്തെന്നറിയോ, സാധാരണ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നുള്ള അതേപോലെ തന്നെയാണ് ബിസിനസ്സുകാരനും ആ നിലയ്ക്കുള്ള എന്ത് കിട്ടും, കൂലി കിട്ടും. എങ്ങനെ? നമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് നടക്കുക? ഇപ്പം ഞാൻ സീസിപ്പ് എന്നുള്ള സാധനമാണ് ആദ്യം തുടങ്ങിയത്. സീസിപ്പ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു കൂട്ടുകാരനെ കൂട്ടി, അതിനുശേഷം അതിലേക്കായിട്ട് പിന്നെ അത് വളരുന്നതനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ എന്ത് ചെയ്യണം, നമ്മൾ അതിലേക്ക് നിയമിക്കേണ്ടി വരും. അങ്ങനെ ഒരു 5-6 ആൾക്കാരായി. അത് കഴിഞ്ഞ് പിന്നെ അത് ഫ്രാഞ്ചൈസി എന്നുള്ള രൂപത്തിലോട്ട് മാറ്റി. ഇന്നിപ്പോൾ സീസിപ്പിൻ്റെ മാത്രം ഫ്രാഞ്ചൈസി അറൗണ്ട് 100-ലധികം ഫ്രാഞ്ചൈസികളുണ്ട്. ഇപ്പോൾ ഇതിൽ സംഭവിച്ചെന്തെന്നറിയോ, ഞാൻ ഒരാൾ ഇതിലേക്കൊരു ഇനീഷ്യേറ്റീവ് എടുത്തപ്പോഴത്തേക്കും ഞാൻ കാരണമായിട്ട് ഏകദേശം 100-150 കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് എന്ത് പോകണുണ്ട്, ഒരു വരുമാനം പോകണുണ്ട് അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ആ അൺഎംപ്ലോയ്മെൻറ്റിൽ നിൽക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തതാണ്, അവിടെ ഒരു പുതിയ വെർട്ടിക്കൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അത് കാരണമായിട്ട് ഒരാൾ അതിലേക്ക് ഇനീഷ്യേറ്റീവ് എടുത്തപ്പോഴത്തേക്കും ഏകദേശം 100-150 കുടുംബങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി. ഇനി ഒരു ഫ്രാഞ്ചൈസി എടുത്ത ആളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫ്രാഞ്ചൈസി എടുത്ത ആൾ ഒരു ചെറിയ എമൗണ്ട് മുടക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഫ്രാഞ്ചൈസി എടുത്തിട്ട് അയാൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നതിനോടൊപ്പം അയാൾ അവിടെ ആരെ നിയമിക്കുന്നുണ്ടാവും, സ്റ്റാഫുകൾ വയ്ക്കുന്നുണ്ടാവും. അവർക്ക് കുറഞ്ഞത് മന്ത്ലി ഒരു 10-15,000 രൂപ എന്ത് ചെയ്യുന്നുണ്ടാവും, സാലറി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ആ കുടുംബത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഈ നിലയ്ക്ക് ഒരു ചെയിനാണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്ന സാധനം. ഒരാൾ നമ്മൾ മാത്രമാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ആ കൊടുക്കുന്നതിനെ നമ്മൾ വളരുക. അപ്പോൾ ഇത് അങ്ങോട്ട് ഇത് ഒരു ട്രാൻസാക്ഷൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റൊരാളും കൂടി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് മൊത്തത്തിലൊരു ബിസിനസ്സിൻ്റെ ഒരു ബിസിനസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റുന്ന ഒരു, പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിസിനസ്സുകാരനാവണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ആൻസർ എന്തായിരിക്കണം? എനിക്ക് മാത്രം പൈസ ഉണ്ടാക്കലോ, ഞാൻ മാത്രം നന്നാവലാണോ? അല്ല, മറിച്ച് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ വലുതാണ്. കൂടെ ഉള്ള ആൾ എത്രത്തോളം വലുതാവുന്നു അതിനനുസരിച്ച് നമ്മൾ തന്നാൽ എന്ത് ചെയ്യും, വലുതാവും എന്നുള്ളതാണ്. സോ ഇതാണ് ബിസിനസ് ഈസ് ഈക്വൽ ടു എന്നുള്ള സാധനത്തിൽ മനസ്സിലാക്കേണ്ടത്. ദെൻ ഇനി ബാക്ക് ടു സ്റ്റോറി. പിന്നെ +2 കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മന്തിൽ ഒരു ലീഗൽ ഫേമിൽ വർക്ക് ചെയ്തു. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് അവിടെ നിന്ന് പഠിക്കുമ്പോൾ തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഒന്നും ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പോയിട്ട് തുടങ്ങാൻ പാടില്ല, അതിനെക്കുറിച്ച് പഠിക്കണം.
അപ്പോൾ ഒരു ലീഗൽ ഫേം ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു ലീഗൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ഈ ബിസിനസ് എങ്ങനെ തുടങ്ങണം, അത് പാർട്ണർഷിപ്പ് ആണോ, LLP ആണോ, കമ്പനി രജിസ്ട്രേഷൻ ചെയ്യണോ, ഇൻ കേസ് ഇനി എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യണം, ഈ നിലയ്ക്കുള്ള കുറേ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അവിടെ നടക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ബിസിനസ് അനലൈസിസ് നടക്കുന്നുണ്ടാവും, സ്ട്രാറ്റജി ബിൽഡിംഗ് നടക്കുന്നുണ്ടാവും, മാർക്കറ്റിംഗ് ബിൽഡിംഗ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഏകദേശ ധാരണ എന്ത് ചെയ്തു, ആ സ്ഥലത്തു നിന്ന് പഠിച്ചു. അതിനുശേഷം വന്നിട്ട് ആദ്യം ഫസ്റ്റ് വെഞ്ചർ എന്ന് പറയുന്നത് വിർച്വൽ മദ്രസ എന്നുള്ള കോൺസെപ്റ്റാണ്. അതായത് നമ്മളെ മദ്രസകൾ എന്താക്കുന്നു, അല്ലെങ്കിൽ ഹിഫ്ള് ആയിക്കോട്ടെ, തജ്വീദിൻ്റെ നിയമങ്ങളായിക്കോട്ടെ, ഇതൊക്കെ പഠിക്കാനായിട്ടുള്ളൊരു ഓൺലൈൻ കോഴ്സ് എന്നോണമൊക്കെ ആയിട്ടൊരു സാധനം, അതായിരുന്നു നമ്മളെ ഫസ്റ്റ് പരിപാടി. പിന്നെ അത് തുടങ്ങി കുറച്ചൊരു 5-6 മാസം അവിടെ ഇരുന്നിട്ടാണ് സെയിൽസ് പഠിക്കുക. ഒരു ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണവരുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഒരു ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ ആദ്യം അവൻ എന്താവണമെന്നാ പറയുക, സെയിൽസ്മാൻ ആവാന്നാ പറയാ അല്ലേ. നിങ്ങളൊക്കെ ആദ്യം തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു സെയിൽസ്മാനാണ് എന്ത് ചെയ്യാൻ പറ്റുക, നല്ലൊരു ബിസിനസ്സുകാരനാവാൻ പറ്റുക. അപ്പോൾ ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ സെയിൽസ്മാൻ ആവണം. സെയിൽസ്മാൻ എന്ത് സ്കില്ലാണ് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ട സാധനം കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഇപ്പോൾ ഇവിടെ സിനാൻ അല്ലേ സംസാരിച്ചത്. ഇപ്പോൾ സിനാൻ ഇവിടെ സംസാരിച്ചപ്പോഴത്തേക്കും അതൊക്കെ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് ഇവിടെ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു. ഇത് മതി. നമുക്കൊരാളെ മുമ്പിൽ പോയിട്ട് ഒന്നും പതറാതെ ഇതാക്കാതെ നമുക്കൊന്ന് സംസാരിക്കാൻ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ അത് തന്നെ എന്തായി, അവിടെ ഒരു കച്ചവടം നടക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി വെൽത്താണ്. ഇനി ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു സക്സസ് ആവാന്നുള്ളതാണ് ലൈഫിൽ നമ്മൾ കാണേണ്ട മറ്റൊരു വെർട്ടിക്കിൾ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും, ഇടങ്ങേറുകളായിരിക്കും. നമുക്ക് മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുറേ കേട്ടല്ലേ. മണി കാൺ ബൈ ഹാപ്പിനെസ്, അങ്ങനെയാണോ? മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? പറ്റില്ല, പൈസ കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള കോൺസെപ്റ്റിലുള്ള അതിനോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആണെങ്കിൽ ഞാൻ തിരുത്തി പറഞ്ഞു തരാണ്. അങ്ങനെയല്ല, മറിച്ച് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ആണ്. കാരണം ഏതൊരു സാധനം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലി ഭയങ്കര കാര്യമായിരിക്കും, ഫ്രണ്ട്സ് ഭയങ്കര കാര്യമായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് പക്കായിട്ട് നമുക്കൊരു ഗോൾ ഉണ്ടാവണം എന്നുള്ളതാണ്, ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അത് വലിയ ലക്ഷ്യം തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഒരു ലംബോഗിനി വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഉള്ളൊരു ഇത് വെച്ചിട്ടൊരു ഒരു ആഡംബര വാഹനം എന്നുള്ള നിലയ്ക്കൊക്കെ ആഗ്രഹമുണ്ടോ? ചുമ്മാ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവില്ല. ഫൈൻ. എന്തെങ്കിലും ഞാൻ നേരത്തെ പറയുള്ളൂ, നമുക്കൊരു അത്യാവശ്യം സഞ്ചരിക്കാൻ എന്നുള്ള നിലയ്ക്കൊരു വാഹനം വെറുതെ കിട്ടുമോ? അപ്പം നമ്മളവിടെ എന്തോ ഒരു പരിപാടി ചെയ്യണ്ടേ? ഈ പരിപാടി ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ മൈൻഡ് സെറ്റ് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പേരാണ്. ഞാൻ ആ സ്റ്റോറിയിലോട്ട് വരാം. ഈ സമയത്ത് പിന്നെ ആ ഒരു വിർച്വൽ മദ്രസയൊക്കെ കോൺസെപ്റ്റൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോന്നി ഇത് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ച സ്കൂളുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊക്കെ ചെയ്തത്. അപ്പം വിചാരിച്ച പോലെ അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മൊത്തത്തിൽ ഈ കംഫർട്ട് സോൺ എന്നുള്ള സാധനമുണ്ട്. എന്താണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യില്ല, സക്സസ് ആവില്ല. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ നമ്മൾ കംഫർട്ട് സോൺ ഡിഫൈൻ ചെയ്യണത്? നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിലും വീട്ടിൽ ഫാമിലി ആണെങ്കിലും അങ്ങനെയൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ തട്ടിമുട്ടി പോകാന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ആ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്തോ ഇല്ല. ഉദ്ദേശിച്ചത് എന്തായിരുന്നു? സത്യം പറഞ്ഞാൽ മനസ്സിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ടാഗ് നോക്കാതെ എന്ത് ചെയ്യണം, ഡ്രസ്സ് വാങ്ങാൻ പറ്റണം, ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മെനുവിൽ എന്ത് ചെയ്യരുത്, പ്രൈസിൻ്റെ ലിസ്റ്റ് നോക്കാൻ പാടില്ല. പിന്നെ വീട്ടുകാരെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ആക്ട് ചെയ്യാൻ പറ്റണം. അതിനെന്ത് വേണം, വെൽത്ത് ഉണ്ടാവണം. ഈ സാധനം ഉദ്ദേശിച്ചുള്ളൂ. അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത നമ്മൾ ഇപ്പം അസാദൊക്കെ ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞു ഇനിയും നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും നിങ്ങൾ സ്പോൺസർഷിപ്പായിട്ട് പറഞ്ഞാൽ അപ്പോൾ അത് തരാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാവണ്ടേ, ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ആഗ്രഹിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, കംഫർട്ട് സോൺ അങ്ങ് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഓൾറെഡി വീട്ടുകാരൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് പഠിക്കാനൊന്നും പോകില്ല. അങ്ങനെ ആ ഒരു ഇതിന് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഡിസ്റ്റൻസ് ഡിഗ്രി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നേരെ ചെന്നൈക്ക് പോവാണ്. ചെന്നൈയാണ് നമ്മളെ ഫസ്റ്റ് തട്ടകം എന്ന് പറയുന്നത്. ചെന്നൈ, മുംബൈ, ബാംഗ്ലൂർ 3 സ്ഥലങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഈ 3 സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെട്രോ സിറ്റിയാണ് അവിടെയൊക്കെ. നമ്മളിവിടെയൊക്കെ റഷ് കുറവാണ് അല്ലേ. ആലോചിച്ചൊക്കെ ചെന്നൈയിൽ നിന്ന് ഒരാൾ കോഴിക്കോടോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം മലപ്പുറം ഭാഗത്തൊക്കെ ഒന്ന് വർക്ക് ചെയ്യുമോ, എന്നാൽ ഇവിടെ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നു വരാം, അങ്ങോട്ട് പോയി തരാം. സോ ആ നിലയ്ക്കുള്ള മെട്രോ സിറ്റിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കോൺസെപ്റ്റ് ഇട്ടാലും ഇതർ ബിസിനസ് അല്ലെങ്കിൽ
പിന്നെ പ്രൊഡക്റ്റോ സർവീസോ എന്താണെങ്കിലും എന്ത് ചെയ്യും, അതിന് പെട്ടെന്നൊരു റിപ്ലൈ നമുക്ക് കിട്ടും. ഇത് വർക്കൗട്ട് ആവോ ഇല്ല എന്നുള്ളത്. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ മനസ്സിൽ കാണേണ്ടത് എന്താണ്, അതിൻ്റെ ഗോ ടു മാർക്കറ്റ് എന്താണ്, GTM എന്ന് പറയും, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. അതിവിടെ വർക്കാവുമോ ഇല്ലയോ, GTM നോക്കാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ അടുത്ത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് 10,000 രൂപേൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഞാൻ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ മുടക്കിയിട്ട് എടുത്തതാണ്. പക്ഷേ ഇതൊന്നും എനിക്ക് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങാനായിട്ട് ആളില്ലാന്നുണ്ടെങ്കിൽ കാര്യമുണ്ടോ? അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ്, ഇത് വാങ്ങാനുള്ള ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് വാങ്ങുമോ. അപ്പോൾ ആ നിലയ്ക്കാണ് മനസ്സിലായത് ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്തായിരിക്കും, കുറച്ചും കൂടി റഷ് ഉള്ള സ്ഥലത്തേക്ക് പോലായിരിക്കും എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു. അന്ന് എൻ്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. സാധാരണ അതിൽ എപ്പോഴും നമ്മുടെ അടുത്തോണ്ടാണ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് തുടങ്ങാൻ പറ്റും. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ ഘടകം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിസിനസ്സിൽ തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് അന്ന് എൻ്റെ അടുത്ത് ഒരു അംബാസഡർ കാറുണ്ട്. ഈ ലെഗസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാലറി എനിക്കൊന്ന് 18,000 എന്താണെന്ന് തോന്നുന്നു. അതൊക്കെ വെച്ചിട്ട് വേറെ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം ചിലവുകളൊന്നും അങ്ങനെയല്ല, മാക്സിമം ചുരുക്കിയിട്ട് 40,000 50,000 എന്തോ എടുത്തിട്ട് തല്ലിപ്പൊളി വേണ്ടി എന്ത് ചെയ്ത് ഒരു അംബാസഡർ കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്ത് ചെയ്യണം, അപ്പോൾ അത് സെല്ല് ചെയ്താലാണ് എന്തെങ്കിലും പൈസ കിട്ടുക. വേറെ എൻ്റെ അടുത്ത് വിൽക്കാനായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ട്, ഹിഫ്ള് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ എന്ത് ചെയ്താണ് വാങ്ങി തന്ന വണ്ടിയാണ്. അപ്പോൾ അത് വിൽക്കാൻ പറ്റും, അത് വിറ്റ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ വിൽക്കാൻ ആകെപ്പാടുള്ള സാധനം എന്താണ്, അംബാസഡറാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് വിൽക്കാന്ന് വെച്ചാൽ OLX ഇട്ടിട്ട് കുറേ ആൾക്കാർ വിളിക്കും. ഞാൻ ഇപ്പോൾ 70,000 80,000 എന്താണ് ഇട്ടത്. ആൾക്കാരൊക്കെ വിളിക്കും, വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടിക്കുള്ളിൽ ഓട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വണ്ടി വാങ്ങൂല. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ചെന്നൈക്ക് പോയാൽ വേണം, എന്നാലേ പരിപാടി നടക്കുള്ളൂ. ഏതായാലും കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഫൈനലി എന്ത് ചെയ്തു, വണ്ടി തൂക്കി വിറ്റ്. അതല്ലാതെ വേറെ വകുപ്പില്ല. ഞാൻ എത്ര 25,000 28,000 എന്തോ കിട്ടി. അത് ആ പൈസയും പിന്നെ കുറച്ച് സേവിങ്സ് ഒക്കെ വെച്ചിട്ട് നേരെ ചെന്നൈക്ക് വിട്ട്. അന്ന് എനിക്ക് താമരശ്ശേരി എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു ദിവസം പോയി നൈറ്റ് എവിടെ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യേണ്ടി വന്നു, ഒരു മാരുതി കാറിൻ്റെ ബാക്കിൽ കൊണ്ട് ഇടിച്ചിട്ട് അവർക്ക് ഈ പൈസ മൊത്തം എന്ത് ചെയ്യേണ്ടി വന്നു, അവിടെ കൊടുക്കേണ്ടി വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി വീട്ടുകാരുടെ അടുത്ത് എന്തൊക്കെ ഇവിടെ സംഭവിച്ചത്, വീട്ടുകാരുടെ അടുത്ത് പറയാതെ പോയത്, പിന്നെ ആ സ്കൂളിൽ നിന്നിട്ട് അവിടെ നിന്നും പോയി അതിൻ്റെയൊക്കെ ഇതായിരിക്കും. പഠിച്ചവൻ എന്തായാലും എനിക്ക് എല്ലാം നല്ലതാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പിന്നും യാത്ര മുന്നോട്ട് തന്നെ പോയി. ചെന്നൈയിലെത്തി. ചെന്നൈയിലിട്ട് 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ പോയിട്ട് അതാകുമ്പോഴത്തേക്ക് അവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രണ്ട്സിൻ്റെ വീടല്ലേ. ആ നിലയ്ക്ക് എന്ത് ചെയ്തു, ഒരു കഴിഞ്ഞ വർഷം, ഇതിൻ്റെ ഭയങ്കര ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അതും എന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊന്നും ഒരു വലിയ ബിഗ് ഡീൽ അല്ല എന്ന് പറഞ്ഞുതരാണ്. ഈ പറഞ്ഞ ഓൺട്രപ്രണർഷിപ്പും ഈ മണി മാനേജ്മെൻറ്റും വെൽത്ത് ക്രിയേഷനൊക്കെ ഭയങ്കര ഈസി പരിപാടിയാണ്. അൺടിൽ നമുക്ക് അതിനോടുള്ള അത്രയും പാഷനും അത്രയും ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ഭയങ്കര ഈസി പരിപാടിയാണ്. കഴിഞ്ഞ വർഷം മെയ്യിലെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. മെയ് 16-നോ 18-നോ ഞാൻ ഇവിടെ നിന്ന് പോകണം ചെന്നൈയിലോട്ട്. ദെൻ അവിടെ പോയിട്ട് ഇതേപോലെ പറഞ്ഞാൽ 0 ആണ്, ബിഗ് 0. അവിടെ പോയിരിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിലെല്ലാം നിർത്തി വന്നതാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് എൻ്റെ കയ്യിലുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഭയങ്കര മടിയൊന്നുമില്ല. എന്ത് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ റോഡ് സൈഡിൽ പോയി എന്തെങ്കിലും സാധനം വിൽക്കാനാണെങ്കിൽ എന്തില്ല, കാരണം എനിക്ക് ഉറപ്പുണ്ടെന്നുള്ളത്, വൺസ് ഐ വിൽ ബിക്കം എ ബില്യനെയർ, അല്ലെങ്കിൽ അങ്ങനെ ആവും ഞാൻ ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അതാണ് വേറൊരു മൈൻഡ് സെറ്റ്. എന്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയ സാധനം എന്ന് പറയുന്നത് അതാണ്. വൺസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടും. സോ അതിനു മുമ്പ് എന്ത് ചെയ്താലും എന്തില്ല, പ്രശ്നമില്ല. ഹലാലായ രീതിയിലായിരിക്കണം, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, ആരെയും പറ്റിക്കാൻ പാടില്ല. ഇതൊക്കെ മാത്രമേ നമുക്ക് പോയിന്റ് ഔട്ടുള്ളൂ. ബാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല. എന്ത് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുമല്ലോ, അന്ന് ഇതൊക്കെ എന്താണ്, സ്റ്റോറിയാണ്. ശരി, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, അംബാസഡർ ഉള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യും, അംബാസഡറിൻ്റെ ബാക്ക് അത്യാവശ്യം വലിയ ഡിക്കിയൊക്കെ അല്ലേ, അതിനകത്ത് നമ്മൾ ഫ്രീസർ ഉണ്ടാവും. ലാസേൻ്റെയൊക്കെ ഫ്രീസർ ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ഐസ്ക്രീം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അന്ന് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു തട്ടിക്കൂട്ട് കഫേയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫ്രീസറൊക്കെ എടുത്ത് എന്ത് ചെയ്യും, വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ചിട്ട് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും, വണ്ടിയും കൊണ്ടിട്ട് അതിൽ നിന്ന് ഫ്രീസറൊക്കെ എടുത്ത് വെച്ച് ഒരു ഇതുണ്ട്, നമ്മളെ ഹീറോൻ്റെ ഒരു എൻജിൻ സാധനമുണ്ട്, എന്താണ് അതിനെ പറയണ, ജനറേറ്റർ. അതൊക്കെ വെച്ചിട്ട് പരിപാടിയാണ്. മൊജിറ്റോ, പിന്നെ കേക്ക്, അതിൻ്റെ മുകളിൽ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി, തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഇതെന്തായാലും എവിടെ പോയാലും എന്ത് ചെയ്യാൻ പറ്റും. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഒരു മേശയും പരിപാടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ആ കോൺഫിഡൻസ് ആണ്. കാരണം ഒന്നും അറിയാത്തൊരു സ്ഥലത്തോട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇതാണ് നമ്മളുടെ അടുത്തുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത്. സോ അവിടെ പോയി അവിടുത്തെ പയ്യന്മാരത്തൊക്കെ എങ്ങനെയൊക്കെയാണ് കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഏപ്രിൽ മെയ് ഭാഗമൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ലീവ് വരുന്ന സമയമാണ്. ഇപ്പോൾ കോളേജിലാണെങ്കിൽ 1 month ഒക്കെ എന്തായാലും എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് വരും. ഞാൻ അവിടെ പോയി 2-3 ദിവസമൊക്കെ ഈ വണ്ടി തട്ടിയതിൻ്റെ ഒരു ഇതും ഇതൊക്കെ ആയിട്ട് 2-3 ദിവസം ആകെ ഓഫായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല, എന്ത് ചെയ്യണം,
ഉടനെ തന്നെ അടുത്ത പരിപാടിയിലോട്ട് ഇറങ്ങണം. ഈ നിലയ്ക്ക് ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. യൂട്യൂബൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മളെ ഹണി ബോൾ ഗ്രേപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ മുന്തിരി തിളപ്പിച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ ബോട്ടിലാക്കിയിട്ട് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. ചെന്നൈയിൽ മൊത്തം ഞാൻ നോക്കുമ്പോഴൊന്നും മുന്തിരി ജ്യൂസൊന്നും എന്തില്ല, ചെന്നൈയിലില്ല. പിന്നെ നിങ്ങൾ ഏത് മൾട്ടിനാഷണൽ ബ്രാൻഡ് നോക്കിയാലും വളരെ വിരളമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രേപ്പ് ജ്യൂസ് കാണാൻ പറ്റുള്ളൂ. കാരണം ഗ്രേപ്പ് പെട്ടെന്ന് സിട്രിക്കാണ്, ഇത് പെട്ടെന്ന് എന്തായിപ്പോവും, ചീത്തയായിപ്പോവും. അതുപോലെ ഇത് പുളിക്കും, വൈനായിട്ടൊക്കെ മാറും. അപ്പോൾ ഇത് കുറച്ച് ടാസ്ക്കാണ് എന്ത് ഇതിൽ കൈ വയ്ക്കാൻ. അപ്പോൾ മൾട്ടിനാഷണൽ ബ്രാൻഡുകളൊന്നും എന്ത് ചെയ്യില്ല, അധികം ഒന്നും ഇതിൽ കൈ വയ്ക്കില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു വഴിത്തിരിവാണ്, അല്ലെങ്കിൽ അതൊരു ബിഗ് ഡീലായിട്ട് അവിടെ കിടപ്പുണ്ട്. നമുക്ക് വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ചെന്നൈയിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്കൊന്നും വലിയ പരിചയമില്ല എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുണ്ടാക്കാൻ എന്തില്ല, വലിയ പൈസയും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇരിക്കട്ടെ, ആ വീട്ടിൽ എന്തുണ്ട്, ഫ്രിഡ്ജുണ്ട്, മിക്സി ഉണ്ട്, പിന്നെ പഞ്ചസാരയും എല്ലാം അവിടെ തന്നെ ഉണ്ട്. ആകെപ്പാടെ ഞാൻ 1.5 കിലോ മുന്തിരി എന്തോ വാങ്ങിയിട്ട് എന്ത് ചെയ്തു, വന്നിട്ട് അവിടെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. വായിൽ വയ്ക്കാൻ കൊള്ളാത്ത സാധനം, എന്തായാലും കുഴപ്പമില്ല. സംഭവം ഏകദേശമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ട് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു. പിന്നെ ഇനി ബിസിനസ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സ്ട്രാറ്റജി വേണം. എന്താണ് അത്, മാർക്കറ്റ് ചെയ്യാൻ നമുക്കൊരു സ്ട്രാറ്റജി വേണം. ഇപ്പോൾ പല സാധനങ്ങളാണെങ്കിലും ആൾക്കാരിലേക്ക് എത്താനായിട്ട് പല സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഡ്രിങ്ക് ഇറക്കുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. ഇപ്പോൾ ജ്യൂസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിലൊന്നും കളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ അട്രാക്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്കും ശരി, ആ ബോട്ടിലിൻ്റെ ഷേപ്പിലൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താം. ആ നിലയ്ക്ക് അന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തതാണ്, പിന്നെ ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ കിട്ടി. സത്യത്തിൽ അത് യൂസ് ചെയ്യണത് ഹാൻഡ് വാഷിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ തന്നെ ഫുഡ് ഗ്രേഡ് ഉള്ള മെറ്റീരിയൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്താൽ അതങ്ങനെ ഒരാളടുത്തൊക്കെ സംസാരിച്ച് ഇതാക്കി, ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നതാണ്, ഞാൻ ഒളിച്ചോടി വന്നതാണ്, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അന്ന് അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ തമിഴ് അറിയൂല, എന്നാൽ നമ്മൾ മലയാളത്തിൽ കൂടി തമിഴ് പറയുമ്പോഴത്തേക്ക് അവർക്കൊരു താല്പര്യമാണ് അത് കേൾക്കാനൊക്കെ. അപ്പോൾ ഒരു പയ്യനാണ്, അങ്ങനെയൊക്കെയുള്ള കണക്കിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ആ നിലയ്ക്ക് അയാൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു, ഫുഡ് ഗ്രേഡ് ബോട്ടിൽ അടിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് എനിക്ക് 40 ബോട്ടിൽ 50 ബോട്ടിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണത്, ജ്യൂസ് ഉണ്ടാക്കണത്. അതൊക്കെ പാക്ക് ചെയ്തിട്ട് വിത്തൗട്ട് എനി ലേബൽ ഉണ്ടാവില്ല, പേരുണ്ടാവില്ല, കാരണം ബ്രാൻഡിന് പേരിട്ടിട്ടില്ല, ഒന്നുമില്ല. ഇതും കൊണ്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റിലോട്ട് ഇറങ്ങി. എന്താ മനസ്സിൽ എന്തേ ഉള്ളൂ, ബില്യണിയർ ആവണം, സക്സസ് ആവണം, അത്ര മാത്രമേ മനസ്സിലാവും. കാരണം ഇനി എന്ത് ചെയ്യാൻ, വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല അടിയിട്ട്, കാരണം വാപ്പെല്ലാം കാത്തിരിപ്പുണ്ട്. കാരണം ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങോട്ട് വരണം കാത്തിരിക്കുകയാണ്. സ്കൂളിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം അവരെയും വെറുപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ചു പോക്കൊന്നുമില്ല എന്നുള്ള നിലയ്ക്ക് തന്നെ എന്ത് ചെയ്തു, ഇതും എടുത്തിട്ട് രാത്രി ഇതുണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് കയറ്റിയിട്ട്, ഈ സ്റ്റോറി ഒക്കെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ കുറച്ചൊരു 1 ഇയർ ബാക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ സ്റ്റോറി അത് അവിടെ കിടപ്പുണ്ടാവും. അന്ന് എന്താ സംഭവിച്ചത്, നടന്നത്, പോയത്, കാര്യങ്ങളൊക്കെ. സോ ഈ നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, അതും എടുത്ത് പിറ്റേന്ന് രാവിലെ തന്നെ മാർക്കറ്റിൽ ഇറങ്ങി. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല ഇത് വാങ്ങും. കാരണം എന്താ, ഇതിനൊരു ബ്രാൻഡോ വാല്യോ ഒന്നുമില്ല. FSSAI ആണ് എന്ത് ചെയ്യുക, നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, FSSAI രജിസ്ട്രേഷൻ വേണം. അതുമില്ല, ഒന്നുമില്ല. ഏതായാലും പിന്നെ അപ്പോൾ കാര്യം മനസ്സിലായി എന്നുള്ളത്, ഇത് പാളി. ഇനിയിപ്പം അടുത്ത പരിപാടിയെ പിടിക്കേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഈ സ്ട്രാറ്റജീനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണത് മനസ്സിൽ പറഞ്ഞത്. ഓൾറെഡി ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ബോട്ടിൽ ആൾക്കാരൊക്കെ നോക്കിയിട്ട് കൊള്ളാമല്ലോ, പുതിയ വെറൈറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. എന്ത് ചെയ്താൽ മതി, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയാൽ മാത്രം മതി, രക്ഷപ്പെടാം. അങ്ങനെ അന്ന് വേറൊരു സ്ട്രാറ്റജി ആണെന്ന്, എന്ത്, ഇപ്പോൾ 7-Up'ൻ്റെയും സ്പ്രൈറ്റിൻ്റെയൊക്കെ കൂളറായിരിക്കും, അത് പതിയെ ഓപ്പൺ ആക്കിയിട്ട് 7-Up എടുക്കുന്ന പോലെ എടുക്കും. സത്യത്തിൽ എന്തേ എടുക്കില്ല, 7-Up എടുക്കില്ല. പകരം നമ്മളെ പോക്കറ്റിരിക്കുന്ന ജ്യൂസ് എന്ത് ചെയ്യും, എടുത്ത് അവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും, ഡോർ അടച്ച് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് അണ്ണാ എന്താ പാര് അന്ത ഷോപ്പിൽ വെച്ചിരിക്കും, നല്ല മൂവിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ഷോപ്പിൽ ഈ സാധനം ഉണ്ട്, ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് ഇതായി, ആ ഷോപ്പിൽ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പിന്നെ ഇവരെടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയാം എന്നാൽ ഒരു 5 എണ്ണം വെച്ചു. ഫസ്റ്റ് ഓർഡർ എന്ത് ചെയ്ത്, അങ്ങനെ 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി, 9 മണിക്കൊക്കെ കട തുറക്കുമ്പോഴേ ഇറങ്ങിയതാണ്. അതിനുശേഷം ഒരു 11-11:30 ആയപ്പോഴത്തേക്കും ഫസ്റ്റ് കടയിൽ എന്ത് ചെയ്യാൻ പറ്റി, 5 ബോട്ടിൽ വയ്ക്കാൻ പറ്റി. പൈസ ഒന്നും തരില്ല, വിറ്റാലേ പൈസ തരുള്ളൂ. ഞാൻ പറഞ്ഞാൽ ഓക്കെ, വിറ്റിട്ട് എന്ത് ചെയ്താൽ മതി, പൈസ തന്നാൽ മതി. ശരി, 30 രൂപയാണെന്നൊക്കെ പറഞ്ഞ് 25 രൂപയ്ക്ക് അവർക്കൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആക്കി സെറ്റ് ചെയ്ത്. ഒന്നും അറിയില്ല ബിസിനസ് എന്താണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ ഒരു ABCD എന്ത് ചെയ്യില്ല, അപ്പോൾ ഒന്നും അറിയില്ല. എന്തായാലും ഒരു സാധനം ഇത്ര രൂപയ്ക്ക് കൊടുത്ത് ഇത്ര രൂപയ്ക്ക് വാങ്ങാന്നുള്ളത് അറിയാം. ശരി, അത് വെച്ചിട്ട് അടുത്ത ഷോപ്പിൽ എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം ഇയാളെ കൊണ്ട് കുടിപ്പിച്ചതും ഒക്കെ ആയിട്ടൊരു വീഡിയോ തന്നെ എടുത്തു. എന്നിട്ട് ഇപ്പുറത്തെ ഷോപ്പിൽ ഒന്ന് പറഞ്ഞ് ഒരു അബദ്ധം പറ്റി, ഞാൻ ഇങ്ങനെ സാധനം കാണിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അപ്പുറത്തെ കട വെച്ചു. അപ്പോൾ അവരെടുത്ത് അവർക്ക് മൂവിങ് ഉണ്ട്, നിങ്ങളെടുത്താൽ അവിടെ ഇവിടെ പൊരുത്ത പിടിപ്പിച്ചിട്ട് സാധനം ഇപ്പുറത്ത് എന്ത് ചെയ്ത് വെച്ച്. എന്നിട്ട് ഇയാൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം ഇയാൾ എന്ത് ചെയ്യാണ്, അടുത്തുള്ള കടലിലോട്ടൊക്കെ എന്ത് റെഫർ ചെയ്ത് വിടാണ്. എന്നിട്ട് ഇയാൾ വിളിച്ചിട്ട് നീ അവിടെ കൊണ്ട് വെച്ചോ, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നന്നായി വാന്നൊക്കെ പുറത്ത് അവൾ തട്ടി വിട്ട്. മാഷാ അല്ലാഹ്. അവിടെ നിന്ന് അങ്ങോട്ട് സംഭവം എന്തായി, സക്സസ് ആയി.
2-3 ദിവസം അടിപൊളി. ഞാൻ വിചാരിച്ചതിനേക്കാളും ഓരോ ദിവസം 100 ബോട്ടിൽ 200 ബോട്ടിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി. ആകെ പാടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്, താമസിക്കുന്ന റൂം, അവിടെ മൊത്തം 10 പേര് താമസിക്കുന്നുണ്ട്. ഞാൻ അധികപ്പറ്റായിട്ട് 11ാം തളായിട്ടാണ് കയറി പോണത്. ആ കിച്ചണിൽ നിന്നാണ് എന്ത് ചെയ്യണത്, ഇവന്മാർക്ക് ഫുഡ് ഉണ്ടാക്കാനും പോയി ഒന്നുണ്ട്, ഫുൾ മുന്തിരിയും ബോട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു 8 ദിവസമൊക്കെ അടിപൊളിയായിരുന്നു. പൈസ വരാൻ തുടങ്ങി. ഞാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞ് പരിപാടി പടച്ചോ വിളി കേട്ട് അടുത്ത പണിയാ വരുന്നത്. ഒരു 9ാമത്തെ 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഈ ബോട്ടിലുണ്ടല്ലോ, ഇത് പെറ്റ് ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ വേറെ തന്നെ അടിച്ചതല്ലേ, ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്താണ്, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ട് അയാൾക്ക് വൻ നഷ്ടം. ഇത് മോൾഡ് ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ വെക്കണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നീ പോടാന്ന് പറഞ്ഞു. ഞാൻ പടച്ചോനെ അടുത്ത കുടുങ്ങലായാലും. ഇനി ബോട്ടിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ആൾക്കാർ പിന്നെ റെക്കഗ്നൈസ് ചെയ്യില്ല. കാരണം സെയിം ബോട്ടിൽസൊക്കെ സെയിം ആയിരിക്കില്ല, ജ്യൂസ് ബോട്ടിലൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ പിന്നെ ആരും എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. ഇതിങ്ങനെ ഒരു ഷേപ്പുള്ളതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആക്കാം, കുഴപ്പമില്ല, എന്തെങ്കിലും ആക്കാം. അത് കഴിഞ്ഞ് സങ്കടത്തോടു കൂടി ഇങ്ങനെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ച് പേരൊക്കെ നാട്ടിൽ പോയി. അന്ന് വരുമ്പോഴത്തേക്കും എല്ലാവരും പോവുകയാണ്, ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. ACCA പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സുള്ള ഒരാൾ മാത്രം എന്തുണ്ട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഒരാളെങ്കിൽ ഒരാളുണ്ടല്ലോ. പിറ്റേന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസത്തേക്ക് ഒന്ന് ബാംഗ്ലൂർ പോവാണ്, നീ ഇവിടെ ഒറ്റയ്ക്ക് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞാൽ നോക്കിക്കോളാം. അപ്പോൾ അവിടുത്തെ ചെന്നൈയിലേക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കാൻ പോണ കുട്ടികളൊക്കെ എഗ്രിമെൻ്റ് എഴുതും, ഇത്ര ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ റൂമിൽ താമസിക്കുള്ളൂ, ഇത്രയാണ് വാടക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിയാകുമ്പോഴത്തേക്കും 10-15 കിലോമീറ്റർ പോകണം, എന്നാലും മുന്തിരി കിട്ടുള്ളൂ. അപ്പോൾ പോയി തിരിച്ചു വരണ പോലെ ഇങ്ങനെ വലിയ കാര്യത്തിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഓണർ വീടൊക്കെ ഇങ്ങനെ നോക്കാം. കാരണം എന്താ, വീടിനകത്ത് മൊത്തം എന്താണ്, ബോട്ടിലും സ്റ്റിക്കറും. ഇതെന്ത് ഫാക്ടറി ആയില്ല വീടാ. ഞാൻ പറഞ്ഞു ഇത് പുതിയ പരിപാടി. ഏത് പുതിയ പരിപാടി, ഇറങ്ങിക്കോ. എല്ലാം കൊണ്ടും വീട്ടിൽ നിന്ന് എന്ത് ചെയ്ത് ഇറക്കി വിട്ട്. അതായിരുന്നു ഭയങ്കര ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് പോയി 10-15 ദിവസത്തിനകത്ത് തന്നെ അടിപൊളി ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വന്നു, അതേപോലെ എന്ത് ചെയ്ത് അടിച്ച് താത്തിട്ട്. ഇനിയിപ്പോൾ വീടില്ല, പിന്നെ ആരെയും വിളിക്കാനില്ല, കയ്യിൽ പൈസ ഇല്ല, 2-3 ദിവസം കൂടി ഓടും. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കറക്റ്റ് നോട്ട് ചെയ്യും. 70 രൂപ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ദിവസത്തെ ഫുഡിന് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൽ കൂടുതൽ അയക്കാൻ എന്ത് ചെയ്യില്ല, ദിവസം മുന്നോട്ട് പോകില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി ഇങ്ങോട്ടൊക്കെ ചെയ്യും. വെള്ളിയാഴ്ച മാത്രം 50 രൂപ ഒരു ബിരിയാണി കിട്ടും, ബാക്കിയൊക്കെ 5 രൂപയ്ക്ക് എന്ത് ചെയ്യും, അമ്മ മെസ്സ് പോലെ ഇവിടേക്ക് ഉള്ള പോലെ അവിടെ എന്തുണ്ട്, ജയലളിതേൻ്റെ ഒരു ഇതിൽ വന്നൊരു സാധനമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ സിറ്റുവേഷൻ എന്തിനാണ് പറയണമെന്ന് പറഞ്ഞാൽ ബാക്കി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ നിലയ്ക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം, തിരിച്ച് നാട്ടിലോട്ട് പോകാം. പാപ്പനെന്തിനാണ് അടിയിട്ടാലും കുഴപ്പമില്ല, എന്താണ് അതോടുകൂടി എന്ത് ചെയ്യും, ആ പരിപാടി കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു നോർമൽ ലൈഫ്. എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാൻ പോകുമ്പോൾ എന്തും ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മളെ ലക്ഷ്യം എന്തായിരുന്നു, എങ്ങനെയും സക്സസ് ആവണം. ആ നിലയ്ക്ക് അവിടെ ഒരു ദർഗ ഉണ്ടായിരുന്നു. ദർഗയിൽ എന്ത് ചെയ്യും, രാത്രി മാത്രം ഫുഡ് കിട്ടും, ഫ്രീ ഫുഡാണ്. അങ്ങനെ അവിടെ പോയി, അവിടെ നിന്നൊരു സുമയ്യ എന്ന് പറയുന്ന ഒരു അവർ നാടോടി അങ്ങനെയുള്ള ആൾക്കാരാണ്, വീടൊന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്ത് അവരെ മക്കളെ കൂട്ടം തന്നെ ഇരുത്തി ഭയങ്കര കാര്യങ്ങളൊക്കെ ആയി, ഫുഡ് കാര്യങ്ങൾ അവിടെ അങ്ങനെ 6-7 ദിവസം അവിടെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി. അപ്പോഴും നിനക്ക് എന്താണ്, ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ബിസിനസ്സുകാരനാവാനാണ് ഞാൻ വന്നത്, വീട്ടിലാരക്കണം. ഞാൻ വീട്ടിലെ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ ഇവിടെ ഒന്ന് നിൽക്കണം എന്തെന്നൊക്കെ ചോദിക്കണവർ. എന്തായാലും അവിടെ നിന്നിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ താത്ത എന്ത് ചെയ്യണം, റോഡിൽ നിന്ന് മാറ്റണം, അവരെ മക്കളെയൊക്കെ എന്ത് ചെയ്യണം, വീട്ടിലാക്കണം, തിരിച്ചു വേണം. എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല, പക്ഷെ എൻ്റെ മനസ്സിലെന്താണ് ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള നിലയ്ക്കായിരുന്നു. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഉടനെ തിരിച്ചു വരും, നിങ്ങൾക്ക് വീടൊക്കെ ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ പറഞ്ഞാൽ ഓക്കെ, നീ ഇപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനുള്ള വകുപ്പ് എന്തേ നോക്കെന്നൊക്കെ പറഞ്ഞാൽ അവർ വിടുന്നു. അവരെ കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ആ ബുള്ളറ്റ് ഉണ്ടല്ലോ, വണ്ടിയുണ്ട്, വണ്ടീൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഒരു ബോർഡൊക്കെ അടിച്ചിട്ട് മുഹബത്ത് കാ സർബത്ത്. നിങ്ങൾക്ക് ഇവിടെ ഇന്നിപ്പോൾ വന്നപ്പോൾ ഞാൻ അത് കുടിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. സംഭവം പിസ്തയാണെങ്കിലും മുഹബത്ത് കാ സർബത്തിൻ്റെ ഒരു സാധനം ഓർമ്മ വന്നു. അതുണ്ടാക്കാൻ വലിയ ചിലവൊന്നും വന്നില്ല. ഒരു 10-300 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് പാലും വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സാധനം ടേസ്റ്റാണ്. അവിടെ അങ്ങനെ ഉള്ളത് റോസ് മിൽക്കാണ്. മുഹബത്ത് കാ സർബത്ത് എന്തില്ല അവിടെ ഇല്ല. കാരണം മുന്തിരി വാങ്ങലിഞ്ഞ് എന്നെ കൊണ്ട് എന്തല്ല, മുന്തിരി കുറച്ച് റേറ്റ് കൂടുതലാണ്, അതൊക്കെ വെച്ചിട്ട് നടപടിയാവില്ല. അപ്പോൾ മുഹബത്ത് കാ സർബത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് പരിപാടി നടക്കും. അങ്ങനെ അത് അവിടെ നിന്ന് സെല്ല് ചെയ്ത് തുടങ്ങി. അത് പിന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പൈസ വരാൻ തുടങ്ങി. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കാരണം ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, താങ്ങുന്നില്ല. ഈ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, 4th ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിനെ വിളിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ അൽ മുക്തദിർ എന്നൊരു ജ്വല്ലറി അറിയോ, ഇപ്പം ഇല്ല സംഭവം. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ല സാലറിയൊക്കെ ഉള്ള ഞാൻ പറഞ്ഞു, എടാ കോടികൾ ഉണ്ടാക്കാൻ പറ്റും, ചെന്നൈ അഗ്രടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ജോലി കളഞ്ഞ് എന്ത് ചെയ്ത് അവൻ എൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് വന്ന്. അവൻക്കും ജോലിയില്ല, എനിക്കും പാളി, ആകെ മൊത്തം ബുദ്ധിമുട്ടായിട്ട് ഒരു 3-4 മാസം എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി. ആൾക്കാരെ വിളിക്കും, കടം ചോദിക്കും, ഒരു 5000 രൂപ തരുമോ, നാളെ തരാം, പെട്ടെന്നാളെ തരാം, എന്നിട്ട് വേറെ ആളിനെ വിളിച്ചാൽ 5000 ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ മൊത്തം അവിടെ നിന്ന് എടുക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ നിർത്ത് അവിടെ കൊടുത്തൊക്കെ ആയിട്ട്
ഒരു 3-4 മാസം എന്ത് ചെയ്തു ഈ ജേണി തന്നെ. അപ്പോൾ ഇതിൽ ഞാനൊരു സ്പെഷ്യലായിട്ട് ചെയ്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം അറിയാം, എന്താണ്, ഇൻ കേസ് ഞാൻ ബിസിനസ്സിൽ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസറായി മാറും. എങ്ങനെ? ബിസിനസ്സിൽ ചിലപ്പോൾ പൊട്ടി പാളീസ് ആയാൽ പോലും ഇൻഫ്ലുവൻസറായി മാറും. വൺസ് ഐ ബിക്കം ആൻ ഇൻഫ്ലുവൻസർ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഏകദേശം 19,000-60,000 അടുപ്പിച്ച് ഓഡിയൻസ് ഉണ്ട്. ഇവരിൽ ഞാൻ 10 രൂപയുടെ എന്തെങ്കിലും സാധനം വിറ്റാൽ എന്ത് ചെയ്യും, ആൾക്കാർ വാങ്ങും. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഇപ്പോഴത്തെ സ്ട്രഗിൾ എന്തേ ചെയ്യേണ്ട, നോക്കേ വേണ്ട. അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴൊക്കെ വേണമെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യാം. ക്വിറ്റ് ചെയ്യാതെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു എന്നുള്ള ഒറ്റ കോൺഫിഡൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, സെൽഫ് ബിലീവോട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും എന്നുള്ളതാണ്. സോ ഈ നിലയ്ക്ക് തന്നെ കണ്ടന്റൊക്കെ ഡെയിലി പോസ്റ്റ് ആവും, കാര്യങ്ങളൊക്കെ പോകും. ഇവിടെ അടിപൊളിയാണ്, ഇങ്ങനെ ചെയ്തു, പിറ്റേ ദിവസം പറയും അയ്യോ ഗൈസ് പാളി, ബുദ്ധിമുട്ടായി, അങ്ങനെ പറയും. അപ്പോൾ കുറേ ആൾക്കാർ സന്തോഷിക്കും, കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മോനെ ഇങ്ങനെ ചെയ്യൂ. അങ്ങനെ കുറച്ച് ആൾക്കാരെ കണക്ഷനിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരാൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് ചോദിച്ചു. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റോ, അതെന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം? അപ്പോൾ അയാൾ പറയണ, അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് പുറത്ത് കാണാം. അയാൾ പറയാം എൻ്റെ അടുത്തൊരു 5 lakhs ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. 5 ലക്ഷമോ? കാരണം ഞാൻ മൊത്തത്തിൽ വെച്ച് കളിച്ച ഫണ്ട് തന്നെ മാക്സിമം പോയാൽ 10,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് 5 ലക്ഷം തന്നെ. പടച്ചോനെ 5 ലക്ഷം ഒക്കെ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യുക? ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത് എങ്ങനെ ഇപ്പോൾ 5 ലക്ഷം രൂപ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയൊക്കെ ആക്കിയിട്ട് ഏതായാലും ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങൾ 2 ലക്ഷം തന്നാൽ മതി, ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കി ഞാൻ പിന്നെ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. കാരണം ഫണ്ട് വന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ അറിഞ്ഞൂടല്ലോ, ആദ്യമായിട്ട് ഇറങ്ങില്ലേ പരിപാടിക്ക്. അങ്ങനെ എന്തോ അവർ ഒരു പരിചയമില്ല. ഇന്നും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അവർ ദുബായിൽ നിൽക്കുന്ന ആളാണ്, അയാൾ ആദ്യമായിട്ട് എനിക്ക് പൈസ തന്നു. അപ്പം തന്നെ സത്യം പറഞ്ഞാൽ ഈ 5ഉം 10ഒക്കെ വാങ്ങിയിട്ട് ഞാൻ ഏകദേശം എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കടമാക്കി വെച്ചിട്ടുണ്ട്. 80,000-90,000 രൂപ വെറും ഒരു 1-2 മാസത്തിനകത്ത് എന്ത്. കാരണം എനിക്ക് വരുമാനമില്ല, ഫുൾ ചിലവ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ മുഹമ്മദ് ഖാൻ സർബത്ത് ചെയ്താൽ എന്താണ്, ലാസ്റ്റ് ദിവസം നോക്കുമ്പോഴത്തേക്കും 10-300 രൂപ നഷ്ടമാണ്. കാരണം നമ്മൾ തന്നെ കുറേ കുടിക്കും, അടുത്തുള്ളവർക്ക് കൊടുക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് അതും നഷ്ടമായിരുന്നു. ഏതായാലും ഇതിങ്ങനെ മനസ്സിലാവാതെ ഇങ്ങനെ പോവാണ്. 4ാമത്തെ മാസമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആണെന്ന് മനസ്സിലായി. വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷർ, നീ എവിടെയാണ്, നാട്ടിൽ. ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ വാപ്പായെ വിളിച്ചിട്ട് എന്താണ് ഇവൻ ചെയ്യണത്, ഇന്ന് റോഡ് സൈഡിലൊക്കെ പോയി സാധനം വിൽക്കുന്നതൊക്കെ പറഞ്ഞ് വാപ്പാകാകെ നാണക്കേട്. അവൻ ഞാൻ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും അൽഹംദുലില്ലാ പിന്നെ ആ സിറ്റുവേഷനിലൊക്കെ നിന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പിന്നും പഠിക്കുന്നു. ഈ 2 ലക്ഷം രൂപ വന്നിട്ട് ഞാൻ 2 ലക്ഷം കൊണ്ട് ഫാക്ടറി മിഷൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് ആ 2 ലക്ഷൻ്റെ മൊത്തം എന്ത് ചെയ്ത് ആൾ പറ്റിച്ച് ആ പൈസ മൊത്തത്തിൽ. അപ്പം ഞാൻ ഒറ്റയടിക്ക് എന്ത് ചെയ്തു 2.25 ലക്ഷൻ്റെ കടക്കാരനെ. അത് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഇരുന്ന് പോയി. കാരണം ഇതുവരെ തട്ടിയും മുട്ടിയൊക്കെ പോകാന്ന് 2 ലക്ഷം രൂപയൊക്കെ ഒരാളെ എടുത്തിട്ട് ഒരു പരിചയമില്ലാത്ത ആളിലേക്ക് എടുത്ത് ഇതാക്കാന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. എൻ്റെ കൂടെ ഉള്ളവനാകെ എന്താവാൻ തുടങ്ങി. അവൻ്റെ ജോലിയും കളഞ്ഞു വന്നു. അവൻ പറയണടാ എൻ്റെ വീട്ടിൽ അനിയത്തിയുണ്ട്, ഓളെ കെട്ടിക്കണം, പിന്നെ വീട് വയ്ക്കണം, അത് നീ അതെല്ലാം കളഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഏതായാലും പിന്നും എന്ത് ചെയ്ത്, നെവർ ഗിവ് അപ്പ് ആണല്ലോ നമ്മളെ ടാഗ്. അപ്പോൾ എന്ത് ചെയ്തു, മുന്നോട്ട് എന്നാന്ന് പറഞ്ഞിട്ട് ഇനി 3 ലക്ഷം ബാക്കിയില്ലേ, ഇവിടെ അവരുടെ അടുത്ത് പറഞ്ഞു 2 പോയ കാര്യമൊന്നും പറഞ്ഞില്ല, നിങ്ങളാ 3 കൂടെ വിടും, നിങ്ങളാ 3 കൂടെ വിടും. റിട്ടേൺ തരാനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും, ഇത് കുറച്ച് വലിയ പ്രോസസ്സാണ്, റിട്ടേൺ തരാൻ കുറച്ച് ടൈം എടുക്കും എന്ന് പറഞ്ഞു. ഇത് വേറൊരു ധൈര്യമാണ് കേട്ടോ ഈ ഒരു സാധനം. കാരണം ഞാൻ 2 ലക്ഷം എന്ന് അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ 2 കോടി 3 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് അന്നത്തെ ഈ ഒരു കൊല്ലം മുമ്പോളം 2 ലക്ഷത്തിന്. ആ സമയത്തിൻ്റെ പിന്നും എന്ത് ചെയ്യാണ്, ഉറപ്പോട് കൂടി. കാരണം എന്താണ് 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സിമ്പിളല്ലേ. നമ്മൾ ബില്യണർ കഴിഞ്ഞാൽ 2 ലക്ഷം എന്താണ്, സിമ്പിൾ പരിപാടിയല്ലേ, കൊടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ആ നിലയ്ക്ക് പിന്നെ എന്ത് ചെയ്തു, അവരുടെ അടുത്ത് തന്നെ പൈസ വാങ്ങി. എന്നിട്ട് അത് ഭയങ്കര ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 1 രൂപയാണെന്നുണ്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴാണെങ്കിലും വാങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ ഇപ്പം ഹാമിസുൽ ഉസ്മാനോ ഹുമൂസുൽ ഉസ്മാൻ അങ്ങനെ അറിയോ? ഹാമിസുൽ ഉസ്മാൻ അല്ലേ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ 5 പ്രിൻസിപ്പിൾസ് ബിസിനസ്സിന് വേണ്ടിയുള്ള അതിൽ പറയുന്നുണ്ട്, ചെറിയ പ്രോഫിറ്റ് ഇങ്ങോട്ട് വരണതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ അത്രയും ഗണ്യമായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, പിന്നെ അതിനെ കാണണം എന്നുള്ള നിലയ്ക്ക്. അപ്പം ഞാൻ കുറച്ചും കൂടി ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിന്നു. പിന്നീട് കുറേ സ്റ്റോറി ഉണ്ട്, നമുക്ക് പറയാൻ സമയമില്ല, ഞാൻ പെട്ടെന്ന് തീർത്ത് തരാം. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നൈ മൊത്തത്തിൽ നിർത്തേണ്ടി വന്നു. കാരണം അവിടെ നിന്നിട്ട് ഒന്നും പറ്റില്ല, ഈ പൈസയൊക്കെ പിന്നും ഞാൻ മൊത്തം ഒരു 4-5 മാസം കൊണ്ട് ഏകദേശം 19 ലക്ഷം രൂപ എന്ത് ചെയ്തു. ഈ 5 ലക്ഷം വന്നപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ ഉപയോഗിക്കാൻ പറ്റിയ ആളായില്ലേ, സംഭവം പാളിയതാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ആളായില്ലേ. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾക്കാർ വിളിക്കാൻ തുടങ്ങി,
എൻ്റെ അടുത്ത് ഇത്ര പൈസ കൊണ്ട് തന്നാൽ എന്ത് റിട്ടേൺ തരും? ഞാൻ പറഞ്ഞു 1 കൊല്ലത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട, 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അംബാനിയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 1 കൊല്ലം കാത്തിരിക്കണം. ഞാൻ പറഞ്ഞു ഇത് സ്റ്റാർട്ടപ്പാണ്, നിങ്ങൾ സാധാ കച്ചവടം പോലെ ഒന്നും കാണല്ലേ, സ്റ്റാർട്ടപ്പിന് കുറച്ച് ടൈം എടുക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കറങ്ങി വരാണിങ്ങനെ ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത്. ബിസിനസ്സുകാരൻ്റെ മറ്റൊരു സാധനം എന്ത്, കൺവിൻസ് ചെയ്യാൻ പറ്റുക, സംസാരിച്ച് പിടിച്ചിരിക്കാൻ പറ്റുക എന്നുള്ളത്. ആ കണക്കിന് ഞാൻ മൊത്തത്തിൽ ഒരു 19 ലക്ഷം രൂപ, അതിലൊരു 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനിപ്പോൾ നഷ്ടപ്പെട്ടാൽ എന്തില്ല, പ്രശ്നമില്ല. ബാക്കിയുള്ള ഫണ്ടൊക്കെ എന്ത് ചെയ്യണം, 1 ഇയറിൽ ഞാൻ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടാണ്. വിത്ത് പിന്നെ പ്രോഫിറ്റോ വിത്തൗട്ട് പ്രോഫിറ്റ് ഫണ്ട് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അങ്ങനെ 4 മാസം ചെന്നൈയിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ. ഇതിൻ്റെ വേറൊരു പ്രശ്നം, ജ്യൂസ് മാത്രം സെല്ല് ചെയ്യലും നടക്കില്ല. രാവിലെ എണീക്കും, പിന്നെ പോയി മാർക്കറ്റിൽ നിന്ന് ജ്യൂസ് കൊണ്ടുവരും, ജ്യൂസ് ഉണ്ടാക്കി പകുതി ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസ് ഉണ്ടാവും, ഇന്നത്തെ പുതിയ വേറെ ഉണ്ടാക്കാനുണ്ടാവും, ഒക്കെ പാടെ 2 മണിക്കൂറൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാനുള്ള സമയം ഉണ്ടാവും. ബാക്കി ഫുൾ എന്താ റൂട്ട് പോകുന്നു, എല്ലാം ഈ ബുള്ളറ്റിൽ തന്നെ ബാക്കിൽ സാധനം വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഇതാക്കുന്നു. അപ്പോൾ ഇതൊന്നും അല്ല ബിസിനസ് എന്നുള്ള. എന്തായി ഇതൊക്കെ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ എന്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്? അത് ബിസിനസ് അല്ല, മറിച്ച് അതിനെ നമ്മൾ സ്വന്തം ചെയ്യുന്നൊരു എംപ്ലോയ്മെൻറ്റാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നൊരു സെൽഫ് മെയ്ഡ് എംപ്ലോയി എന്ന് പറയുക. അതിന് ബിസിനസ്സാണോ ചെയ്യുന്ന ബിസിനസ്സാണ്, പക്ഷേ എന്തല്ല, അതൊരു കൈൻഡ് ഓഫ് ബിസിനസ് മാത്രമാണ്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കുകയാണ്. മറിച്ച് എവിടെയാണ് ബിസിനസ്സുകാരനാവണത്? ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു ബിസിനസ്സുകാരൻ, യഥാർത്ഥ ബിസിനസ്സുകാരനാണ്. അത് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്ത് അവിടെ നേരെ ഫുൾ എല്ലാം പൂട്ടിക്കെട്ടി കുറേ കടങ്ങളൊക്കെ ആയിട്ട് നേരെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നിട്ടും സെയിം പ്രോസസ്സ് ചെയ്യാൻ നോക്കി, കുറച്ചൊക്കെ ബുദ്ധിമുട്ടായി. 2 മാസം എറണാകുളത്ത് നിന്നു, പിന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ പോയിട്ടും ഇതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ടൊക്കെ കടമാക്കി വെച്ചു. ഒക്കെ കഴിഞ്ഞിട്ട് പടച്ചോൻ എന്നെ എന്തെങ്കിലുമൊക്കെ നാക്കിത്താന്നുള്ള നിലയ്ക്ക് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് വന്നു. കോഴിക്കോട് വന്നത് തൊട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ കുറേ കാര്യം പഠിച്ചേട്ടാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു നവംബർ ഡിസംബർ ആയിട്ടുണ്ട്. ഈ ഡിസംബർ സമയത്തിനുള്ളിൽ ഞാൻ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ GTM എന്ന് പറഞ്ഞു, SOP എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ബിസിനസ്സിൻ്റെ കുറേ ടേംസ് ഉണ്ട്. ആൾക്കാർ എന്നെ എന്തോ വലിയ ബിസിനസ്സുകാരനായിട്ട് കാണാൻ തുടങ്ങി. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ആണല്ലോ ചെയ്യണം. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇതെന്തോ വലിയ ആളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ സംഭവമാണ്. കുട്ടികൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ തിരക്കിലാണേ എന്നാണ്, ഞാൻ നേരെ ChatGPT പോകും, ഇവരെന്താ ചോദിച്ചതെന്ന് നോക്കും, അതിൻ്റെ ആൻസർ കറക്റ്റ് കണ്ടുപിടിക്കും, പഠിക്കും, മനസ്സിലാക്കും, വലിയ സംഭവമായിട്ട്. സോ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഞാനും ഇത് പഠിച്ചു, അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തോ സംഭവമാണെന്ന് അവർക്ക് തോന്നി. അവരടുത്ത ആളിനെ റെഫർ ചെയ്യാൻ തുടങ്ങി. കോളേജുകളിൽ ഗസ്റ്റായിട്ടൊക്കെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഗസ്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിലും ഒരു ചിലവില്ലേ. ഈ ചിലവ് എന്നെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല തിരക്കിലാണ്, ഡേറ്റ് ഇല്ല. നല്ല തിരക്കിലാണ്, ഡേറ്റ് ഇല്ല, അടുത്ത പ്രാവശ്യം ആവട്ടെ. നല്ല താല്പര്യമുണ്ട് പോകണമെന്നുള്ളത്, പക്ഷേ പോകാനായിട്ടുള്ള വണ്ടിക്കൂലിക്കുള്ള പൈസ എന്തില്ല, എൻ്റെ അടുത്തില്ല. അങ്ങനെ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും ആകെ എൻ്റെ കൂടെ ഉള്ള പയ്യനെന്ന് പറഞ്ഞാൽ ഭയങ്കര, അവനൊക്കെ അൽഹംദുലില്ലാ എന്നെ അത്രയും വിശ്വസിച്ചു എന്നുള്ളതാണ്. അവൻ അങ്ങനെയുണ്ട്, ഇവൻ എന്തെങ്കിലുമൊക്കെ ആക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫണ്ടുകൾ വാങ്ങിയ കുറേ ആൾക്കാരുണ്ട്, ഇവരെന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുള്ള നിലയ്ക്ക്. എന്നാൽ എൻ്റെ അടുത്തുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ്, അത്രയ്ക്കും അടിപൊളിയാണ്. ഭയങ്കര വലിയ വിഷനും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാനുള്ള വർഷമാണെന്നൊക്കെയുള്ള കണക്ക്. 2026 ആവുന്നു. അപ്പോൾ 2026 ആവുമ്പോൾ എന്ത് ചെയ്യണം, അടിപൊളിയാവണം. 2024 ഡിസംബറിലും എന്താണ് അവസ്ഥ, ഒന്നും ആയിട്ടില്ല. ശരി, ജാനുവരി ആകുമ്പോഴത്തേക്കും ഞാനൊരു പുതിയ പ്ലാൻ ഇറക്കി, ഫ്രാഞ്ചൈസി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, മൊത്തത്തിൽ കഥ മാറി. ഫസ്റ്റ് ആ മന്തിൽ ഞാൻ ഇവിടെ കോഴിക്കോട് വന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഉപ്പാൻ്റെ അടുത്ത് സ്ഥലം എടുത്തു. അപ്പോഴും കടമാണ്, കടത്തിന്മേ കടമാണ്, എന്നാലും കോൺഫിഡൻസ്. എന്താണ്, നമ്മൾ ബില്യനറല്ലേ, അപ്പോൾ ഈ പൈസ എന്തല്ല, ഒരു വലിയ പൈസ അല്ല. ആ കണക്കിന് തന്നെ പിന്നെയും കടം വാങ്ങുന്നു. ആൾക്കാർ പൈസ തരും. കാരണം എന്താ, ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ആൾക്കാർ പിന്നും പൈസ തരും. പൈസ വാങ്ങുമ്പോഴൊക്കെ ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വൺസ് എന്തെങ്കിലും ആകുമ്പോൾ എന്ത് ചെയ്യാം, ഇതൊക്കെ നികത്താൻ പറ്റും എന്നുള്ള കോൺസെപ്റ്റിൽ പിന്നെ ജാനുവരി തൊട്ട് യഥാർത്ഥമായ അൽഹംദുലില്ലാ യഥാർത്ഥമായ ഒരു ബിസിനസ്സിലോട്ട് കടക്കാൻ പറ്റി. ഈ പറഞ്ഞ സാധനത്തിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടി. ബാംഗ്ലൂർ പോയ സമയത്തുനിന്ന് എനിക്ക് ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് എങ്ങനെയാണ്, ജ്യൂസ് എങ്ങനെ ഒരു പ്രിസർവ് ചെയ്യണം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി നമ്മളെ തന്നെ ഓൺ ഫ്രാഞ്ചൈസികൾ, ചെറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, CCPൻ്റെ കൗണ്ടറുകളുണ്ട്, കൗണ്ടറുകളാക്കി 20,000 രൂപയ്ക്ക് ആദ്യം 10 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് 10 എണ്ണം വീഡിയോ ഇട്ടപാടെ തന്നെ 10 എണ്ണം എന്ത് ചെയ്തു, ആൾക്കാർ എടുക്കാൻ തുടങ്ങി. ഞാൻ പോലും ഇത് ചെയ്തിട്ടില്ല. ഈ സാധനം ഞാൻ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, ഞാൻ പോലും ഇത് വർക്ക് ചെയ്തിട്ടില്ല. പടച്ചോനെ ഇത് വർക്കാവണേ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു, ആൾക്കാർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഒരു യഥാർത്ഥ ബിസിനസ് മാനാകാൻ തുടങ്ങി. കാരണം ഞാൻ ഇവിടെ നിന്ന് ചെയ്യണേക്കാൾ ഇരട്ടി പൈസ ആരുണ്ടാക്കാൻ തുടങ്ങി, എൻ്റെ അടുത്തുനിന്ന്
ഇത് ഫസ്റ്റ് മന്തിൽ 3 ഫ്രാഞ്ചൈസി എടുത്ത ആളൊക്കെ 60,000 രൂപ ഉണ്ടാക്കി. എൻ്റെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 25,000 30,000 എല്ലാ ചിലവും പോയിട്ട്. ഞാൻ പറഞ്ഞു കൊള്ളാം മതി, കുഴപ്പമില്ല, നമുക്ക് എന്തില്ല. വേറൊരു പോയിന്റാണ്, പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കില്ല നമ്മുടെ ലക്ഷ്യം. പൈസയാണ് നമ്മളെ മോട്ടീവെങ്കിൽ നമ്മൾ ഒരു കാലത്ത് എന്ത് ചെയ്യില്ല, പൈസ ഉണ്ടാക്കില്ല. കാരണം പൈസ എന്നുള്ള സാധനത്തിൽ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യലും ആ നിലയ്ക്ക് നമ്മൾ വളരലും നമ്മളെ കൂടുതൽ ആൾക്കാരെ വളരലും ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിലൂടെ എത്തുമ്പോൾ തന്നെ. കാരണം ആദ്യത്തെ മാസമൊക്കെ ഞാൻ ചെന്നൈ പോയ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, പൈസ ഉണ്ടാക്കണം. അതെന്ത് ചെയ്തില്ല, നടന്നില്ല. മറിച്ച് ഇവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം വരാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അതിനനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഒരു കൊല്ലം അതിൻ്റെ 6-7 മാസം എൻ്റെ ബാക്കിൽ നടന്നിട്ട് ആദ്യമായിട്ട് ₹1 പ്രോഫിറ്റ് വരാൻ തുടങ്ങിയത് കഴിഞ്ഞ ജനുവരിയിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ ആയി. എൻ്റെ ഒരു സാധനം സക്സസ് ആയാൽ മതി. അതും വേറൊരു സംഭവമാണ്. നമ്മൾ ഏതോ ഒരു സാധനം എന്ത് ചെയ്താൽ മതി, സക്സസ് ആയാൽ മതി. പിന്നെ നമുക്ക് കുറേ സാധനം എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ബാക്ക് ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞ ഉസ്മാൻ റസാൻ്റെ പ്രിൻസിപ്പിളുള്ള സാധനമാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, പല മാർക്കറ്റിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്. കാരണം ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിൽ എന്ത് വരും, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആകെ വരുമാനം എന്ത് ചെയ്യും, ഒന്ന് താഴെ പോലെ. സെയിം ടൈം നമ്മുടെ അടുത്ത് പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പൊങ്ങിയും താന്നൊക്കെ ആയിട്ട് ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടകം പഠിച്ച കാര്യങ്ങളും ഒക്കെ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനുശേഷം ഞാനിപ്പോൾ ഏകദേശം 13ഓളം ബ്രാൻഡുകളാണ് എന്ത് ചെയ്തത് ഞാനിപ്പോൾ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ വിറ്റ അംബാസഡർ കാർ ഞാൻ വിറ്റ് പോയില്ലേ, അത് ഭയങ്കര സിറ്റുവേഷൻ അല്ലായിരുന്നു. അതിനുശേഷം ഞാൻ 3 അംബാസഡർ കാർ വാങ്ങി പല സമയത്തായിട്ട്. എനിക്ക് തോന്നുന്നു ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, ഏപ്രിലായിട്ട് 3 അംബാസഡർ കാർ എടുത്ത് ഇപ്പോൾ ഒരു കാർ വാങ്ങി. ഇനി ഒരു കാർ ഇതാക്കാന്ന്. ഇതൊക്കെ എന്താണ്, ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 7-8 മാസം എന്ത് ചെയ്തു, ആ നിലയ്ക്കെന്ന് പറഞ്ഞാൽ 70 രൂപയ്ക്ക് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ദിവസത്തെ ഫുഡ് കഴിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്തു. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ എനിക്കും കഴിക്കാം, എൻ്റെ കൂടുതൽ കഴിപ്പിക്കാം, ഏത് നിലയ്ക്കും ആക്കാൻ പറ്റുന്നൊരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമില്ല, ടാഗ് നോക്കാതെ ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്ന, മെനു നോക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ അൽഹംദുലില്ലാ എന്ത് ചെയ്യാൻ പറ്റി, എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. ഇതിന് എനിക്ക് നിങ്ങളുമായിട്ട് വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് കറക്റ്റ് 22 ആയിട്ടേ ഉള്ളൂ. പിന്നെ ഈ 22 ഞാൻ 2003 ജനിച്ചത്. പിന്നെ അപ്പോൾ ഇതൊന്നും ഒരു ബിഗ് ഡീലല്ല. ഓക്കെ, ഏതൊക്കെയാ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് ഇതങ്ങ് പൊട്ടിക്കും. അപ്പോൾ ഒരു ഇതുണ്ടാവും. 50 ബ്രോ, സത്യത്തിൽ 22 വയസ്സാണ് എൻ്റെത്. അപ്പോൾ ഇതായിരുന്നു ഫോക്കസ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഒരിതിലും എന്ത് ചെയ്തില്ല, തളരാനും പതറാനും നിന്നില്ല. ഞാൻ പറഞ്ഞ 19 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു 4 മാസം മുമ്പ് ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ ചെയ്യണത്, പുതിയ കമ്പനീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നല്ല കോൺസെപ്റ്റ് ഉണ്ട്, ഐഡിയ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രാക്ഷനൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യും, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അറൗണ്ട് ഇപ്പോൾ ഒരു 80 ലക്ഷം രൂപ അടുപ്പിച്ച് എന്ത് ചെയ്തു. ഇത് ഞാൻ എന്നെ പൊക്കി പറയണതല്ല കേട്ടോ, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളെപ്പോലെ സാധാരണ ഇതേപോലെ പഠിച്ച് ഇതേപോലെ ഇരുന്ന് വന്ന ഒരാളാണ് ഞാനും. എനിക്കിത് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്നെക്കാളൊക്കെ എത്രയോ ബ്രൈറ്റാണ് നിങ്ങൾ. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം എനിക്കറിയാം, സുവനീറോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വീക്ക്ലി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്കിൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ തന്നെ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടാവില്ലേ. ഈ സാധനത്തിന് ചെറുതായിട്ടൊന്നും ഡൈവേഴ്സ് ചെയ്താൽ എന്തെന്നുള്ളത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന സാധനത്തിലോട്ട്, മണി മേക്കിംഗ് എന്നുള്ള സാധനത്തിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, നിങ്ങൾ കാരണം ഒരുപാട്, ഇന്ന് നമുക്കറിയാം നമ്മളെ സമൂഹത്തിലെടുക്കാം, ഈ ഒരു റീജിയനിലുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോഴത്തേക്കും അധികം ആൾക്കാരും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ. 2 ദിവസം മുമ്പ് ഇങ്ങനെ വണ്ടിയിൽ വന്ന സമയത്തെ ഒരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറാക്കിക്കൊണ്ടേ ഇരിക്കുക, പോകുന്നില്ല, വലിയ ബ്ലോക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഇപ്പം ചെയ്യേണ്ട, കുറച്ചും കൂടി കഴിയട്ടെ, കുറച്ചും കൂടിയൊക്കെ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നിനക്കെത്ര ഒന്ന് പ്രശ്നം സോൾവ് ആക്കി വിട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ല, നമുക്ക് വേണമെങ്കിൽ ആവാന്നുള്ള കാര്യം പറയാം. ഞാൻ പറഞ്ഞത് മാർക്കറ്റിൽ വെൽത്ത് ഉണ്ട്, ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റും എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈ നിലയ്ക്ക് വളരാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. വളരുന്നത് കൊണ്ട് അത് ഹറാമാണെന്നുണ്ടോ? എത്ര നമുക്ക് വളരാൻ പറ്റുമോ, അങ്ങനല്ലോ സാർ, എത്ര വളരാൻ പറ്റും അത്രയും വളരണം. എന്ത് ചെയ്യണം, എന്നിട്ട് ദീനിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റണം. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഇതേപോലൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ലാവിഷായിട്ട് 2-3 ദിവസം ഫുഡ് വെറുതെ മനസ്സിൽ കാണണം. ഇന്നത്തെ ഈ മാസത്തെ എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ഞാൻ, സ്ഥാപനത്തിലേക്ക് ഒരു 3 ദിവസം ഫുള്ളായിട്ട് അവരെ ദുആ കിട്ടട്ടെ, ഇതൊക്കെ തന്നെ നമുക്ക് പൈസ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും,
കൂലി കൂട്ടാൻ പറ്റൂലേ? ആലോചിച്ച് നോക്ക്. ആ നിലയ്ക്കൊക്കെ നമ്മളെ മൈൻഡിനെ കൊണ്ടുവരാം, നമ്മൾ ചിന്തിക്കുക, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നിലയ്ക്കുള്ള സക്സസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു. ഇതൊരു ബിഗ് ഡീൽ അല്ല. നിങ്ങൾ ഓരോ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാരുണ്ട്, നമ്മളെ സർക്കിളിലുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെറിയ കൈത്താങ് എന്നോണം അവരെയൊക്കെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ഓരോ സംഭവങ്ങൾ എന്ത് ചെയ്തോളും, പ്ലാൻ ചെയ്യും. അതിനെന്താണോ ഈ പറഞ്ഞ പോലെ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി കാര്യങ്ങൾ ഇന്നുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ചാറ്റ് GPT ഉപയോഗിക്കാം, പിന്നെ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെങ്ങനെ നമുക്ക് റെഡിയാക്കണം, നന്നാക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നോക്കാം. അധികമായിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.